ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം പകലും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല വസ്ത്രത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തദാസനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അപ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. പ്രാർത്ഥനയോടെ വേഗത്തിൽ വചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മീറ്റിംഗ് ആരാധനയോടനുബന്ധിച്ച് നടക്കേണ്ടതുകൊണ്ട് ദീർഘ ശുശ്രൂഷയ്ക്ക് വേണ്ടി മുതിരുന്നില്ല. ദൈവം നമ്മളെ ഇത്രത്തോളം സഹായിച്ചു നടത്തി ദൈവത്തിന്റെ കരം കൂടെ ഇരുന്നു. വീണ്ടും കർത്താവ് നമ്മളെ സഹായിച്ചു വഴി നടത്തേണ്ടതിന് നമുക്ക് ദൈവസന്ധി പ്രാർത്ഥിക്കാം. വായിച്ച അനുഗ്രഹീത സങ്കീർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 140 മുതൽ 144 വരെയുള്ള സങ്കീർത്തനങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ പ്രാർത്ഥനയാണ് അതിന്റെ പ്രമേയം. അപേക്ഷിക്കുന്നു, രക്ഷിക്കണമേ എന്നൊക്കെ പല വാക്കുകൾ നമുക്ക് ആ സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. എന്നാൽ 145 വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കേണ്ടതിന്റെ ആവശ്യകത. ദൈവത്തെ മഹത്വപ്പെടുത്തിയാലുള്ള ഗുണം. ഈ കാര്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഓരോ വാക്യങ്ങളും എടുത്ത് വായിച്ചു വന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തെ സ്തുതിക്കണം. സ്തുതിക്കുമ്പോൾ അവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം, ഇതൊക്കെ ആ ഭാഗത്തെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഞാൻ അതിലെ എല്ലാ ഭാഗത്തേക്കും ഇറങ്ങാതെ ഒരു വാക്യം മാത്രം ദൈവമക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതെ, വീഴുന്നവരെ താങ്ങുന്ന ദൈവം, കുനിഞ്ഞിരിക്കുന്നവരെ ഉയർത്തുന്ന ദൈവം നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാണ്. നമുക്കറിയാം, ലോകത്തിന്റെ പ്രത്യേകത ഒരുത്തൻ വീഴുന്നെന്ന് കണ്ടാൽ കുറെ കൂടെ അങ്ങ് തെളിവിടും, പൊക്കോട്ടെ. വീഴുന്നവനെ രക്ഷിക്കുന്ന പതിവ് നോർമലി ലോകത്തിനില്ല. അത് ലോകത്തിന്റെ ചിന്തയാണ്. നമുക്കറിയാമല്ലോ, പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു. ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുക. ഒറ്റ കാൻഡിഡേറ്റ്സിന്റെ അടുക്കലൊന്നും നമ്മൾ നോർമലി പോകാറില്ല. ജയിച്ചവർക്ക് ഇൻ കേസ് വോട്ട് കൊടുത്തില്ലെങ്കിലും നമ്മൾ അവരെ ഒന്ന് കണ്ടാൽ അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം അത് ലോകത്തിന്റെ ചിന്തയാണ്. വീഴുന്നവനെ ആർക്കും വേണ്ട. ഒരു വ്യക്തി ഏതെങ്കിലും തരത്തിൽ അവർ താഴ്ചയിലേക്കാണ് പോകുന്നെങ്കിൽ കഴിവതും അകന്നു മാറും. എന്നാൽ ഉയർച്ചയിലേക്കാണെങ്കിലോ എല്ലാ പിന്തുണയുമുണ്ട്, ഞങ്ങൾ കൂടെ ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണുന്നത് നേരെ തിരിച്ചാവേണ്ടത്. ഉയരുന്നവൻ എങ്ങനെയൊക്കെ ഉയർന്നുള്ളൂ, അവനെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുണ്ട്. എന്നാൽ താഴാൻ പോകുന്നതിനെ രക്ഷിക്കാൻ അധികം പേര് കാണത്തില്ല. അവിടെ നിന്ന് ഇറങ്ങിച്ചെന്നാൽ അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. എന്നാൽ മാനുഷികമായി ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളൊരു വെറൈറ്റി ആവും. ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണല്ലോ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തോട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ആരും സഹായിക്കാത്തവരെ, ആരും ചേർത്ത് നിർത്താത്തവരെ, ആർക്കും വേണ്ടാത്തവരെ ഒന്ന് താങ്ങാനുള്ള കൃപ എനിക്ക് തരണമേ. ഞാൻ വീണ്ടും പറയുന്നു, ഈ ലോകത്തിൽ തന്നെ ദൈവം നമ്മളെ മാനിച്ചിരിക്കും. നിത്യതയിലും നല്ലൊരു പ്രതിഫലം നൽകി കർത്താവ് ആദരിക്കും. ദൈവിക ചിന്ത. ഞാൻ ആ ഭാഗത്തേക്ക് അധികം പറയുന്നില്ല, വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ആ സെക്കൻഡ് പാർട്ടിൽ നിന്ന് ഒരു ചിന്തകളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. വീഴുന്നവരെ ദൈവം താങ്ങും. വീഴ്ച വരാം, മാനുഷികമാ. ആരും പൂർണ്ണരല്ല. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ, അത് ശാരീരികമാകാം, മാനസികമാകാം, ആത്മീകമാകാം, ഭൗതികമാകാം, ഏതെങ്കിലും ഭാഗങ്ങളിൽ വീഴ്ച സംഭവിച്ചാൽ എന്നെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. അടുത്ത ഭാഗം വായിച്ചോളൂ. കുനിഞ്ഞിരിക്കും. ദൈവത്തിന്റെ പ്രത്യേകത. അടുത്ത പ്രത്യേകത, ഫസ്റ്റ് പാർട്ട് ഇപ്പോ ഇന്ന് പകലെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. സെക്കൻഡ് പാർട്ടിൽ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവമാണ്. ജീവിതത്തിൽ ചില ഭാരമേറിയ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ കുനിഞ്ഞു പോകും, തല കുനിയും. താങ്ങാനാകാത്ത ഭാരം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, അപ്രതീക്ഷിതമായി ജീവിതത്തിന്റെ നേരെ കടന്നു വരുന്ന ചില സംഭവങ്ങളുടെ നടുവിൽ തല കുനിഞ്ഞു പോകാം. എന്നാൽ കുനിയുന്നവന്റെ തലയിൽ കയറിയിരുന്ന് അവനെ അല്പം കൂടെ താക്കുകയല്ല ദൈവത്തിന്റെ പദ്ധതി. കുനിഞ്ഞിരിക്കുന്നവരെ നിവർക്കുന്ന ഒരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ പ്രാരംഭത്തിൽ തന്നെ ഒരു ദൂത് പറഞ്ഞോട്ടെ. ഏതെങ്കിലും വിഷയത്തിൽ കുനിഞ്ഞെന്ന് തോന്നുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവം പറവാനുള്ള ദൂത് ഇതാണ്: നിന്റെ തലയെ ഉയർത്തുന്ന ദൈവമാണ്. നീ കുനിഞ്ഞു, സാഹചര്യവശാലായിരിക്കാം, ചുറ്റുപാടിൽ നടന്ന സംഭവങ്ങളായിരിക്കാം,
ജീവിതത്തിന്റെ ചില പ്രാരാബ്ധങ്ങളായിരിക്കാം, കുടുംബത്തിനകത്തെ ചില പ്രതിസന്ധികളായിരിക്കാം നിന്റെ തലയെ കുനിച്ചെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിയണം, ഈ എന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഞാൻ കുനിഞ്ഞു വന്ന് കണ്ട ദൈവം എന്റെ മേൽ വീണ്ടും ഭാരമെടുത്തിടത്തില്ല, പകരം എന്നെ ഉയർത്തുന്നൊരു ദൈവം. 3-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടുമ്പോൾ ഒന്ന് എടുത്തിട്ട് ഒരു വാക്കുകൂടെ ചേർത്തൊന്ന് പറഞ്ഞ് വേഗത്തിൽ അങ്ങ് പോകാം. അവിടെ തന്റെ ജീവിതത്തിൽ ഒന്നോട്ടൊന്ന് വായിച്ചോളൂ. 3-ാം സങ്കീർത്തനത്തിന് 1 മുതൽ. ആ ആ മതി. അവിടെ വായിച്ചത്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും. ഏത് സാഹചര്യത്തിലാ? ഒന്നുകൂടെ വായിച്ചോളൂ. ആ എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. വായിച്ചോ. ആ ആ അങ്ങനെയെങ്കിൽ ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. വൈരി പെരുകി, എനിക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞ ദൈവം വിചാരിച്ചാൽ പോലും രക്ഷപ്പെടുത്താൻ കഴിയത്തില്ലെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ ഈ ഭക്തൻ ഉറപ്പോട് പറയുന്ന വാചകം എന്തുവാ? പരിചയം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ വിളിച്ചു പറയണം, ലോകം എന്റെ തല കുനിക്കാൻ ശ്രമിച്ചാൽ എന്റെ തല ഉയർത്തുന്നൊരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ. ലോകത്തിന് അതിന്റെ പരിധിയുണ്ട്, പരിധിക്കപ്പുറം നിന്റെ തല കുനിക്കാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ എന്റെ ദൈവം ആ കുനിഞ്ഞവനെ ഉയർത്താൻ ശ്രമിച്ചാൽ ലോകത്തൊരു ശക്തിക്കും അവരെ വീണ്ടും കുനിയിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകല വലിയ ബോധ്യത്തോടെ നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്റെ തല ഉയർത്തുന്ന ദൈവമാണ്. ലോകമേ, സാഹചര്യമേ, നിനക്കൊരു പക്ഷെ എന്റെ തല കുനിക്കാൻ അല്പമെങ്കിലും ശ്രമിച്ചാൽ അതിലുപരിയായിട്ട് എന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്റെ ദൈവം എന്റെ തലയെ ഉയർത്തുക തന്നെ ചെയ്യും. ഈ ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് നമുക്കിടയാകട്ടെ. ജീവിതത്തെ നമ്മൾ പരിശോധിച്ചു വരുമ്പോൾ ഭക്തന്മാരുടെ ഒക്കെ ജീവിതത്തിൽ പലപ്പോഴും തല കുനിയേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ദിവസം ഉടനീളം പഠിച്ചു വന്നാൽ എന്ന ഭാഗങ്ങൾ അനേക ഭക്തന്മാരുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടേക്കെല്ലാം ഒന്നും ഇറങ്ങുന്നില്ല. 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞതിന്റെ വാക്ക് അവസാനിപ്പിക്കാം. തല കുനിഞ്ഞടത്തേക്ക് ദൈവം ഇറങ്ങി വന്ന് തലയെ ഉയർത്തിയ സംഭവങ്ങളുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തിൽ തല കുനിഞ്ഞ ഒരു സംഭവം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. വായിക്കണ്ട, ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടി വന്നുള്ള ഒരു വാക്യം മാത്രം എടുക്കാം. അവിടെ നമ്മൾ കാണുന്നത് അബ്രഹാമും ലോത്തും ഒരുമിച്ച് യാത്ര ചെയ്തു. ലോത്തിനെ നമുക്കറിയാം, അബ്രഹാമിന്റെ സഹോദരപുത്രൻ. അപ്പൻ മരിച്ചുപോയി, അമ്മയുടെ കാര്യം അറിയത്തില്ല. എന്താണെങ്കിലും അനാഥത്വം പേറുന്ന ഒരു ബാലൻ, ആരോരുമില്ലാത്തവനെ ചേർത്ത് നിർത്തി കൂടെ കൊണ്ട് നടന്ന് വളർത്തി വലുതാക്കിയത് അബ്രഹാമാണ്. ലോത്തിനോട് തന്റെ സാക്ഷ്യം പറഞ്ഞാൽ പറയും, അബ്രഹാം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത്. പക്ഷെങ്കിൽ കാലം മുന്നോട്ട് ചെന്നപ്പോൾ നമുക്കറിയാം, തനിക്ക് സെപ്പറേറ്റ് ബിസിനസ്സായി. അബ്രഹാമിന്റെ ബിസിനസ് നമുക്കറിയാമല്ലോ, കന്നുകാലി വളർത്തലാണ്. ലോത്തും സെയിം ബിസിനസ് ആരംഭിച്ചപ്പോൾ കോമ്പറ്റീഷനായി. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആ ദേശത്ത് വന്നപ്പോൾ അബ്രഹാം പറഞ്ഞു, നമുക്ക് വേർപിരിയാം, ഒരുമിച്ച് കഴിയണ്ട, നമുക്ക് 2 ആകാം. ലോത്തിന്റെ ബിസിനസ്, അബ്രഹാമിന്റെ ബിസിനസ്. ഇതിനു വേണ്ടി വേർതിരിച്ചപ്പോൾ അബ്രഹാം പറഞ്ഞൊരു വാക്കുണ്ട്, വസ്തു വീതം വയ്ക്കാൻ പോവാം. നമ്മുടെ നാടൻ ഭാഷ എങ്ങനെ പറയാം? ദേശം നിന്റെ മുമ്പിൽ ഇഷ്ടമുള്ളത് എടുത്തോ. മനസ്സിലാകുന്ന ലളിതമായ ഭാഷ പറഞ്ഞാൽ, 1 ഏക്കർ വസ്തു അപ്പനുണ്ട് എന്ന് കരുതുക. അപ്പൻ മരിച്ചു, മക്കൾ 2 പേർ, ജ്യേഷ്ഠനും അനിയനും. തീർച്ചയായിട്ടും വീതം വെപ്പ് നടത്തുമ്പോൾ ഒരുപോലെ, അല്ലെങ്കിൽ ഏറ്റവും ഫലപുഷ്ടമായത് ഒരുപോലെ വീതിക്കാനേ ശ്രമിക്കത്തുള്ളൂ. അബ്രഹാം പറഞ്ഞ മാറ്റം എന്തുവാ? നീ ഇഷ്ടമുള്ള എടുക്കുക, നീ എടുത്തതിന്റെ ബാക്കി എനിക്കിതാ. ഈ ലോത്ത് എടുത്തത് എവിടമാ? നീരോട്ടമുള്ളത് എന്ന് പറഞ്ഞ ഫലപുഷ്ടമായത്. കപ്പ കുഴിച്ചു വെച്ചാൽ കിളുക്കുന്നത്, വാഴ നട്ടാൽ വളർന്നു വരുന്നത്, പശുവിനെ തീറ്റാൻ പറ്റിയ സ്ഥലം. അബ്രഹാമിന് കിട്ടിയതോ മരുഭൂമിയാ, കല്ലുള്ളടവ. അവിടെ ഒരു പച്ചപ്പില്ല, അവിടെ വെള്ളമില്ല. ആടിനെ വളർത്തണമെങ്കിൽ, പശുവിനെ വളർത്തണമെങ്കിൽ, ഈ കന്നുകാലി വളർത്തണമെങ്കിൽ തനിക്ക് പോച്ച അവിടെ ആവശ്യമുണ്ട്. പക്ഷെ ഇതൊന്നുമില്ലാത്തൊരു സ്ഥലം ആർക്ക് കിട്ടി? ഒരു വീതം വെപ്പ് നടത്തിയപ്പോൾ ഒരുത്തന് നല്ലത് കിട്ടി, മറ്റവൻ ഒന്നും കിട്ടിയില്ല. ഇതാ സാഹചര്യം. ഈ സാഹചര്യത്തിൽ
ഈ വീതം വെപ്പെല്ലാം നടന്നു, തന്റെ വായിൽ നിന്നൊരു വാക്ക് വന്നു, നീ തെരഞ്ഞെടുത്തോ, തെരഞ്ഞെടുപ്പ് നടത്തി. പിന്നീട് ചിന്തിച്ചപ്പോ മനസ്സിലായി, ആടിനെ എവിടെ വളർത്തും, ഈ കന്നുകാലികളെ എവിടെ വളർത്തും, ഈ പാറക്കെട്ടിനിടയിൽ ഇതിനെ വളർത്താൻ പറ്റുമോ, ഈ മരുഭൂമിയിൽ ഇതിനെ വളർത്താൻ പറ്റുമോ? നല്ലത് മുഴുവൻ ആര് കൊണ്ടുപോയി? ഭക്തനാണെങ്കിലും വിശ്വാസികളുടെ പിതാവെന്ന് പറഞ്ഞെങ്കിലും മനുഷ്യനല്ലേ. മാനുഷികമായി ചിന്തിച്ചപ്പോൾ അബ്രഹാമിന്റെ തല കുനിഞ്ഞു. നിരാശ ഉള്ളിലേക്ക് കയറി, ഭാരം ഉള്ളിൽ വന്നേച്ച് താടിക്ക് കയ്യും കൊടുത്തേച്ച് അബ്രഹാം ഇങ്ങനെ പറഞ്ഞു കാണും, കഷ്ടമായിപ്പോയി, എന്തോ ചെയ്യാനാ, മുഴുവൻ ആരുടേലായി. ഈ സമയത്ത് ദൈവം അബ്രഹാമിന്റെ അടുക്കലൊന്ന് വന്നു. എടുത്തോളൂ, 12-ാം അധ്യായം എടുത്തേ. ഒരു ബാക്കി 12 13 വന്നിട്ട് 13-ാം അധ്യായത്തിലാണ്. 13-ാം അധ്യായത്തിന്റെ 14 ഒന്ന് വായിച്ചേ ആദ്യം. മതി, അടുത്തോട് വായിച്ചേ. മതി. അങ്ങനെയെങ്കിൽ 13-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, 14 നമ്മൾ വായിച്ചത്, അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് തല പൊക്കുക. അതിന്റെ അർത്ഥം എന്നാ? തല കുനിഞ്ഞിരിക്കുന്നു. അബ്രഹാമിന്റെ തലയെ കുനിച്ചത് ഇപ്പം ആരാ? ലോത്ത്. അല്ലെങ്കിൽ അല്പം കൂടെ പറഞ്ഞാൽ അബ്രഹാമിന്റെ തലയെ കുനിച്ചത് ഒരു പ്രശ്നമാണ്. ആ വസ്തുവിന്റെ വീതം വെപ്പ. തന്റെ മുമ്പിൽ വന്ന ഒരു പ്രതിസന്ധി തന്റെ തല കുനിയിച്ചു. ഈ തല കുനിച്ചപ്പം ദൈവം തീരുമാനിച്ചോ, വേണ്ട, അവനെ വിട്ടേക്കാമെന്ന്. തല കുനിഞ്ഞിരുന്നവന്റെ അടുക്കൽ ആരെത്തി? എത്ര പേർക്ക് ബോധ്യമുണ്ട്? തല കുനിയുമ്പോൾ പറഞ്ഞു, ആരും വന്നില്ലെങ്കിൽ ഇവരുടെ കർത്താവിന്റെ അടുക്ക് വരും. യെസ്, നമുക്ക് വലിയ ഉറപ്പുണ്ടാകണം. ഒരുപക്ഷെ നമ്മുടെ തല കുനിയുമ്പോൾ നമ്മൾ ചിലരെയൊക്കെ പ്രതീക്ഷിക്കും, ഇന്നാളെന്നെ സഹായിക്കും, ഒന്ന് സപ്പോർട്ട് ചെയ്യും, ഒരു വാക്കുകൊണ്ടെങ്കിലും ഈ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കും. ഒരുപക്ഷെ ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞെന്ന് വരത്തില്ല, ബോധപൂർവമാകണമെന്നില്ല. ചില സാഹചര്യവശാൽ ഒരുപക്ഷെ മറ്റാർക്കും വന്ന് നിങ്ങളുടെ തലയെ ഉയർത്തുവാൻ ആശ്വാസവാക്ക് പറയാൻ കഴിഞ്ഞെന്ന് വന്നില്ലെങ്കിൽ പോലും ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞോണം. എന്റെ തല കുനിഞ്ഞാൽ ആ സെക്കൻഡിൽ ഓടിയെത്തുന്ന ഒരു ദൈവമുണ്ട്. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ സന്തോഷത്തോടെ ഈ ദൂത് ഏറ്റെടുക്കാൻ തയ്യാറാകും? എന്റെ തല കുനിഞ്ഞ പല സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ഇന്ന് ഞാൻ തല ഉയർത്തി നിൽക്കുന്നെങ്കിൽ എന്റെ ദൈവം എന്റെ അടുക്കൽ വന്നോണ്ടാ. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാ. ഈ പകൽ ദൈവമക്കളെ ധൈര്യത്തോടെ വിളിച്ചു പറ, എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ അരികിലുണ്ടെങ്കിൽ എന്റെ തല കുനിയേണ്ട ആവശ്യമില്ല. കുനിഞ്ഞിരിക്കുന്ന എന്നോട് തല ഉയർത്താൻ പറയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്റെ തലയെ ഉയർത്തുന്ന ദൈവമാ. കൃപ, ദൈവകൃപ. തല ഉയർത്താൻ മാത്രമല്ല ദൈവം പറഞ്ഞത്, കുനിഞ്ഞിരിക്കുന്നവന്റെ തല ഉയർത്തിയിട്ട് അടുത്ത വാക്യത്തിൽ വായിക്കുമ്പോൾ 14 വായിക്കുമ്പോൾ, നീ ഇരിക്കുന്ന അങ്ങനെയെങ്കിൽ തല കുനിച്ചിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു പാറയുടെ മുകളിലോ ഏതെങ്കിലും സ്ഥലത്ത് താൻ നിരാശനായി താടിക്ക് കയ്യും കൊടുത്ത് തല കുനിച്ചിരിക്കുന്ന അബ്രഹാമിന്റെ അടുക്കൽ വന്നിച്ച് ദൈവം പറയുകയാണ്, അബ്രഹാമേ, നീ തല കുനിക്കേണ്ട ആവശ്യമില്ല, നീ തലയൊന്ന് പൊക്കിക്കേ. നിന്റെ കുനിഞ്ഞ തല ഉയർത്തുവാൻ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. തീർന്നില്ല, നിന്റെ തല ഉയർത്താൻ മാത്രമല്ല, നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്തൂടെ മതി. അങ്ങനെയെങ്കിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ. അബ്രഹാമേ, എന്താ നിന്റെ തല കുനിച്ചത്? കിഴക്കിന്റെ പച്ചപ്പ് നിന്റെ തല കുനിച്ചതാ. മേളത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, കിഴക്കോട്ട് ലോത്ത് യാത്രയായി. പച്ചപ്പ് കണ്ടുകൊണ്ട്, നീരോട്ടം കണ്ടുകൊണ്ട്, കിഴക്കിന്റെ നന്മ കണ്ടുകൊണ്ട് കിഴക്കോട്ട് സോദോം ലോത്ത് തെരഞ്ഞെടുത്തതല്ലേ നിന്റെ തല കുനിച്ചത്? എന്നാൽ അബ്രഹാമേ, കിഴക്ക് ഞാൻ നിനക്ക് തരാൻ പോവാ. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ തല കുനിച്ച വിഷയം പോലും നിനക്ക് മടക്കി തരാമെന്നാ ദൈവം പറയുന്നത്. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ തല കുനിക്കണ്ട. ഇന്ന് പകൽ തല ഉയർത്താമെങ്കിൽ നഷ്ടപ്പെട്ടതിനെ കൂടെ തരാമെന്നാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആ സോദോം വരെ ദൈവത്തിന്റെ യഹോവയുടെ തോട്ടം പോലെ, ഏദൻ തോട്ടം പോലെ ആയിരുന്ന ചിലതാ നിനക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ ഇന്ന് പകൽ ദൈവം പറയുന്നു, നീ തല ഉയർത്തിയാൽ നഷ്ടപ്പെട്ടെന്ന് ചിന്തിച്ചതും നിനക്ക് മടക്കി തരാൻ എന്റെ ദൈവം മതിയായവനാ. നഷ്ടപ്പെട്ടത് മാത്രമല്ല, 4 ദിക്കിന്റെ നന്മ തരാമെന്ന് എന്റെ ദൈവത്തിന്റെ വചനത്തിലൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ ആത്മാവിൽ അതോട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, നീ തലയൊന്ന് ഉയർത്ത്. നിന്റെ തല കുനിയിച്ച വിഷയത്തിന്റെ നടുവിൽ നീ നിരാശപ്പെട്ട് അവിടം കൊണ്ട് അവസാനിപ്പിക്കാതെ ഇന്ന് പകൽ തല ഉയർത്താൻ ദൈവം നിന്നോട് പറയുന്നെങ്കിൽ, നിന്റെ തല ഉയർത്താൻ നീ തയ്യാറാകുന്നെങ്കിൽ, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില നന്മകൾ കാണാൻ പോവുകയാണ്. ചില നഷ്ടപ്പെട്ടത് മടക്കി തരാൻ എന്റെ ദൈവം വിശ്വസനാണ്. ഇന്ന് പകൽ ബോധ്യമുള്ളവർ ഒരുമിച്ച് അല്പസമയം ദൈവത്തിൽ സ്തോത്രം ചെയ്തുകൊണ്ട് പറഞ്ഞാട്ട്, പലപ്പോഴും ലോകം എന്റെ തലയെ കുനിയിക്കുന്ന ലോകമാണ്. എന്നെ തല കുനിച്ച് എന്നെ നിരാശപ്പെടുത്തി ആത്മീയത്തിൽ നിന്ന് പോലും എന്നെ പിന്തള്ളാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ നടുവിൽ എന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. കൃപ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവം തല ഉയർത്തുന്ന ദൈവം. എന്നോട് ഭാഗം കൂടെ പറഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കാം. അബ്രഹാം എന്തുകൊണ്ട് വിട്ടുകൊടുത്തു? നമ്മൾ ഓർക്കണം, അബ്രഹാമേ നീ മണ്ടത്തരമാണോ കാണിച്ചത്? ലോകം പറയും മണ്ടത്തരമാകാം. നമുക്കറിയാമല്ലോ ഈ വിഷയത്തിൽ ഈ അബ്രഹാം തലകുനിച്ചിരിക്കാൻ ഉണ്ടായ ഒരു കാരണം ഞാൻ എന്റെ ഭാവനയിലും കാണുക. നാട്ടുകാർ കയറി ഇടപെടും സാധാരണ വിഷയത്തിലൊക്കെ. ഇപ്പം വിഷയം ആര് തമ്മിലാ? അബ്രഹാം ലോകത്ത് തമ്മിലാ. പക്ഷെ കമന്റ്സ് വരുന്നത് എവിടുന്ന? നാട്ടുകാരെന്നാ പറയും, ആ കളവന് ആ കൊച്ചനെ കൊണ്ടുവരേണ്ട കാര്യമൊന്നും കൊണ്ടുവന്നാൽ തന്നെ അവനെ എങ്ങനെ നിർത്തണമായിരുന്നു? മര്യാദയ്ക്ക് നിർത്തണമായിരുന്നു. ഇനി വീതം വെക്കുമ്പോഴും പുള്ളിയല്ലേ കൊണ്ടുവന്ന്, ഞാൻ എടുത്തിട്ട് ബാക്കി നീ എടുത്തോ, ഇത് പറയാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ കമന്റ്. അവര് വീട്ടുകാരാ, അവരുടെ വർഷം അങ്ങ് തീർന്നതിന്. ഇപ്പൊ അബ്രഹാമിനെ ഏറ്റവും തലകുനിയിപ്പിച്ചത് ആരാ? നാട്ടുകാരാ. നമ്മൾ ഓർത്താൽ മതി, എപ്പോഴും ഓർത്തോണം. ഇതൊന്നും മൈൻഡ് ചെയ്തിരിക്കുന്ന നമ്മൾ രക്ഷപ്പെട്ടു. ഏതെങ്കിലും ഒരു ഭവനത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നാട്ടുകാർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞോടനെ ഇതകത്തോട്ട് കയറ്റല്ലേ. ഒരു ഭക്തൻ പറഞ്ഞ പോലെ തലയ്ക്ക് മേളിൽ കൂടെ അങ്ങ് പറപ്പിച്ചങ്ങ് വിട്ടാൽ. നമ്മൾ ഈ കുനിഞ്ഞു കൊടുക്കുമ്പോഴാണ് ചെവിക്കകത്തൂടെ കയറുന്നത്. നേരെ അങ്ങ് നിന്നാൽ മതി, അതങ്ങ് വയതുകാലും വഴി കൂടെ പൊക്കോളും. അബ്രഹാമിന്റെ ചോദ്യം ഞാൻ പറഞ്ഞല്ലോ, തല കുനിച്ചതിന്റെ കാരണക്കാര് നാട്ടുകാരാ. അത് അബ്രഹാമിന്റെ നാട് മാത്രമല്ല, ഏത് നാട്ടിലും ഇതൊക്കെ സംഭവിക്കും. നമ്മുടെ തല ഉന്നയിക്കാൻ നാട്ടുകാരൊക്കെ ശ്രമിക്കും. ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പരാജയം സംഭവിക്കുമ്പോൾ അവനെ അല്പം കൂടി ഇടിച്ചിരുത്താൻ ആരും ശ്രമിച്ചെന്നിരിക്കും. എന്നാൽ അതിന്റെയൊക്കെ നടുവിൽ ഞാൻ വീട് പറയുന്നു, തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ ഞാൻ വിഷയത്തിൽ കൂടി എത്തട്ടെ. അബ്രഹാം എന്തുകൊണ്ട് ഇത് പറഞ്ഞു? ഒരു വാക്യം അവിടെ തന്നെ വായിച്ചോളൂ. 7-8 വാക്യങ്ങൾ വായിച്ചോളൂ. 13-ന്റെ. ആ മതി. അവിടെ അബ്രഹാം പറഞ്ഞ വാദ്യങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മൾ പാർക്കുന്നത് ജാതികളുടെ ഇടയിലാണ്. അവിടെ ഉള്ളത് പദം പറഞ്ഞല്ലോ, കനാന്യർ, പെരിസ്യർ. അന്ന് ദേശത്ത് ദൈവത്തെ അറിയാത്ത ആൾക്കാർ ഈ ദേശത്തുണ്ട്. അബ്രഹാം ലോത്തിനോട് പറയാണ്, ലോത്തെ, നമ്മുടെ നാട്ടിൽ ദൈവത്തെ അറിയാത്ത ഒത്തിരി പേരുണ്ട്. നമ്മള് ബന്ധിക്കോസുകാരാ. നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കിയാൽ നാട്ടുകാരെന്താ പറയും? കൂടെ ഉണ്ടോ നിങ്ങൾ? നാളെ ചെന്നേച്ച് ഞങ്ങളുടെ സഭയിലോട്ട് വാ, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വാ, അവരെന്നാ പറയും? ആദ്യം നിങ്ങൾ ശരിയാകും, പിന്നെ ഞങ്ങളെ. അബ്രഹാം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ നിന്ന പ്രശ്നമാണ്. നാട്ടുകാര്, കനാന്യർ, പെരിസ്യർ, ജാതികൾ കണ്ടോണ്ടിരിക്കുക. ജാതികളുടെ നടുവിൽ നമ്മൾ മാതൃകയുള്ളവരായിരിക്കണം. അതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ അങ്ങ് മാറിയേക്കാം. ഇവര് പിരിയുമ്പോൾ ഞാൻ നിങ്ങളുടെ ആ വാക്ക് പറഞ്ഞ് എന്റെ ആ ഭാഗം അവസാനിപ്പിക്കാം. അബ്രഹാം ഒറ്റ കാര്യമേ ചിന്തിച്ചുള്ളൂ, ഞാൻ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടരുത്. ഞങ്ങൾ തമ്മിൽ വാശി പിടിച്ചാൽ ദൈവനാമം അവിടെ ദുഷിക്കപ്പെടും. ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കാൻ അബ്രഹാം പറഞ്ഞു, ലോത്ത്, എനിക്ക് നഷ്ടം വന്നാലും സാരമില്ല, എനിക്ക് പ്രയാസം വന്നാലും സാരമില്ല,
എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും സാരമില്ല, ദൈവനാമം ദുഷിക്കപ്പെടരുത്. കൃപ, ദൈവകൃപ. ഇതായിരിക്കണം ദൈവമക്കളെ നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. എന്റെ നഷ്ടമല്ല വലുത്, എന്റെ നഷ്ടം ദൈവനാമം ദുഷിക്കപ്പെടുന്നതാ. ഈ ഭൗതിക ലോകത്തെ നഷ്ടത്തെക്കാളും ഞാൻ പറയണം, ഞാൻ മൂലം ദൈവനാമം ദുഷിക്കപ്പെടാൻ ഇടവരരുത്. കൃപ, ദൈവകൃപ. ഇന്ന് പകൽ ധൈര്യത്തോട് വിളിച്ചു പറയണം. ജീവിതയാത്രയിൽ നാളുകളിലും ഏത് സാഹചര്യം നേരിട്ടാലും പറയണം, കർത്താവേ, എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും സാരമില്ല, എന്നിലൂടെ ദൈവനാമം ദുഷിക്കപ്പെടാൻ ഇടവരരുത് കർത്താവേ. അതിനുവേണ്ടി എന്ത് നഷ്ടവും സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ. ഒരു വാക്കൂടെ അവിടെ ചേർത്ത് പറഞ്ഞ അവിടെ ക്ലോസ് ചെയ്യാം. ദൈവം എന്തുകൊണ്ട് അബ്രഹാമിന്റെ അടുക്ക വന്നു? ഈ ചിന്ത നിന്നൊന്ന് കയറി വരാമോ? ദൈവനാമം ദുഷിക്കപ്പെടരുതെന്ന് ആഗ്രഹിച്ച ഭക്തന്റെ തല കുനിയാൻ ദൈവം അനുവദിക്കത്തില്ല. കൃപ, ദൈവകൃപ. ഈ പകൽ ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിച്ചു പറയുന്നു. അബ്രഹാമിന്റെ ചില പ്രത്യേകത കൊണ്ടല്ല ദൈവം വന്നത്. അബ്രഹാം ഒരു തീരുമാനമെടുത്തു, ഞാൻ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടാനിട വരരുത്. ജാതികളുടെ ഇടയിൽ എന്റെ കുടുംബം നിമിത്തം, ഞാൻ നിമിത്തം, എന്റെ പ്രവൃത്തി നിമിത്തം, എന്റെ വാക്ക് നിമിത്തം, എന്റെ ജീവിതം നിമിത്തം ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടാൻ ഇടവരരുത് എന്നൊരു തീരുമാനമെടുത്തവന്റെ തല കുനിയാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവമക്കൾക്ക് വലിയ ബോധ്യമുണ്ടാകണം. നമ്മൾ പറയണം, എന്റെ ജീവിതത്തെ ഞാനല്ല വലുത്, എന്റെ ജീവിതത്തിൽ എന്റെ ദൈവമോ വലുത്. എന്റെ ഉയർച്ചയല്ല വലുത്, എന്റെ ദൈവത്തിന്റെ ഉയർച്ചയാ വലുത്. എന്റെ നേട്ടമല്ല വലുത്, എന്റെ ദൈവത്തിന്റെ നേട്ടമാ വലുത്. എനിക്ക് നഷ്ടം വന്നാലും എന്റെ ദൈവത്തിന് നഷ്ടം വരരുത്. ഈ കാഴ്ചപ്പാടോട് ജീവിതം നയിക്കാൻ തയ്യാറാകുമെങ്കിൽ അവരുടെ അടുക്കൽ ഇറങ്ങി വന്നിരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളിട്ട് ആ ദൈവം കുനിഞ്ഞിരിക്കുന്നവനെ നിവർത്തും. അബ്രഹാമിനെ നിവർത്തിയതിന്റെ കാരണം ദൈവനാമം ദുഷിക്കപ്പെടാൻ താൻ ആഗ്രഹിച്ചില്ല. അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭക്തൻ മൊർദെഖായി തന്നെ കുറിച്ച് പറയുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, ഹാമാന് സ്ഥാനക്കയറ്റം കിട്ടി, പ്രധാനമന്ത്രി കസേര ദൈവം കൊടുത്തു. ഹാമാനെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്തിയപ്പോൾ അഹശ്വേരോശ് രാജാവിന്റെ ഒരു ഓർഡർ ഉണ്ട്. ഇന്നലെ വരെ അവൻ ഒരു ലോവർ ഗ്രേഡ് ഓഫീസർ ആയിരുന്നു, ഇന്ന് അവൻ ടോപ്പിലെത്തി. അതുകൊണ്ട് സകലരും ഹാമാനെ കുമ്പിടണം. രാജാവിന്റെ കൽപ്പനയാണ്. പക്ഷെങ്കിൽ മൊർദെഖായി ഭക്തനാണ്, ദൈവത്തെ അറിയുന്നവനാണ്, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവനാണ്. യഹൂദന്റെ പ്രമാണം, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, ഒന്നിന്റെ പ്രതിമയെ നമസ്കരിക്കരുത്. ഈ പ്രമാണമുള്ളവൻ ഹാമാനെ നമസ്കരിക്കാൻ തയ്യാറായില്ല. അതോട്ട് വായിച്ചിടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഹാമാൻ ആദ്യം ഇതൊന്നും നോട്ട് ചെയ്തില്ല. കാരണം അവർക്ക് ഇതൊന്നും നോക്കാൻ സമയമില്ല. വരുന്നപ്പം എല്ലാ ഗേറ്റ് കീപ്പേഴ്സും സെക്യൂരിറ്റിക്കാര് സല്യൂട്ട് അടിക്കുന്നുണ്ടോന്നൊന്നും നോക്കാൻ ഹാമാന് സമയമില്ല. അയാളുടെ ഡ്യൂട്ടിക്ക് കയറി പോവുക. ഈ ഭാഗമൊക്കെ നമ്മൾ മനസ്സിരുത്തി വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഇതിനിടയ്ക്ക് ചില പാർട്ടികളുണ്ട്. ഹാമാനോട് പറഞ്ഞു, അറിഞ്ഞോ സാറേ, സാറിനെ കുമ്പിടാത്തൊരുത്തൻ. ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കണ്ട. ഇങ്ങേർക്ക് കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു, സാറ് കയറിപ്പോയപ്പം എല്ലാരും എഴുന്നേറ്റ് കുമ്പിട്ടു, പക്ഷെ ഒരുത്തൻ അതാരാടാ? അന്നേരം പറഞ്ഞു, ഇത് ഇന്നാളാ. എന്നാ പിന്നെ അവനെ കണ്ടിട്ടേ ഉള്ളൂ. നിങ്ങൾ ഹയർ പോസ്റ്റ് അല്ലേ, അയാൾക്ക് എന്തും ചെയ്യാം. രാജാവ് കഴിഞ്ഞടുത്ത അധികാരം ഇദ്ദേഹത്തിനല്ലേ. ഓർഡർ കൊടുത്തു, ഇവൻ ഏത് ജാതിയാ? അവൻ പറഞ്ഞു, യഹൂദനാ. എന്നാ പിന്നെ അവനെ തന്നെ കൊല്ലണ്ട, ആ ഗോത്രത്തെ മുഴുവൻ അങ്ങ് ചെയ്ത് വെക്കാം, നശിപ്പിച്ചേക്കാം. അവിടെ ഒരു വാക്ക് 4-ാം അധ്യായം നിർത്തേ, 1-ാം വാക്യം വായിച്ചാൽ ഈ ഹാമാന്റെ ഒരു പ്രത്യേക പിക്ചർ. മതി. മൊർദെഖായിയെ കണ്ടോ നിങ്ങളിപ്പം? ആ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇപ്പം കരയുക. ഒരുപക്ഷെ താൻ പറഞ്ഞല്ലോ, ചാരം വാരി ഇട്ടുകൊണ്ട് രട്ടുശീല ചാക്ക് കൊടുത്തുകൊണ്ട് അഭിമാനത്തോടല്ല നിൽക്കുന്നത്, കരയുക, തലകുനിച്ച് നിൽക്കുക. താൻ പറയുകയാണ്, ഞങ്ങളുടെ ഗോത്രത്തിന്, ഞങ്ങളുടെ കുലത്തിന്, ഞങ്ങളുടെ വംശത്തിന് ഈ അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു ഭക്തൻ. യെസ്, ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞോട്ടെ. കൂടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞു കാണും, എടാ വല്ല മുടക്കുണ്ടോ, നീയും ഒന്ന് കുമ്പിട്ടാ പോരെ.
നീ ഒന്ന് തല കുനിക്കുവോ, ആക്ട് ചെയ്താലെങ്കിലും പോരെ? നീ എന്തിനാ ഇത്ര ഭക്തിയോടെ ഇത്ര പ്രമാണത്തിന് വേണ്ടി നീ പിടിച്ചു നിൽക്കുന്നത് എന്തിനാ? നിനക്ക് ജസ്റ്റ് ഒന്ന് ഷോ ചെയ്താ പോരെ, നീ കുമ്പിടണമെന്നൊന്നുമില്ല, ഷോ ചെയ്താ പോരെ. ഇവൻ പറഞ്ഞു ഇല്ലില്ല, ഞാൻ ചെയ്യത്തില്ല, എനിക്കൊരു പ്രമാണമുണ്ട്. ഇത് വ്യത്യസ്തമായ പ്രമാണമാ, ഇത് സാധാരണ പ്രമാണമല്ല. എന്റെ പ്രമാണം മറ്റു പലരുടെയും പ്രമാണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രമാണമാണ് എനിക്കുള്ളത്. എന്റെ പ്രമാണം അനുസരിച്ച് എനിക്ക് ആക്ട് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ റിയലാ, എനിക്ക് യാഥാർത്ഥ്യമുണ്ട്. ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ അത് ആക്ട് അല്ല. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ അത് എന്റെ ഉള്ളത്തിൽ നിന്ന്. പറഞ്ഞല്ലോ, ഒരുപക്ഷെ ഹാമാനെതിരെ ഇങ്ങനെ സമ്മർദ്ദം വന്നു കാണും. ഇവിടെ ഈ വിവരം മേളിലെത്തിയിട്ടുണ്ട്, അയാൾ ആക്ഷൻ എടുക്കും. നാളെ വരുമ്പം നീ ജസ്റ്റ് കുമ്പിട്ടില്ലെങ്കിലും ഒന്ന് തലയൊന്ന് ആട്ടുമെങ്കിലും ചെയ്യും. പക്ഷെ ഹാമാൻ എന്ത് ചെയ്തില്ല. ഇപ്പൊ പറഞ്ഞപ്പോൾ ഈ നയമാന്റെ ഒരു ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. അയാൾ വന്ന് അത്ഭുതമൊക്കെ കണ്ടുവച്ച് പോയി. പോകുന്നേരം എലീശായുടെ അടുക്കൽ ഒരു വലിയ സമർപ്പണ പ്രാർത്ഥനയൊക്കെ നടത്തി. ഇസ്രായേൽ അല്ലാതെ വേറൊരു ദൈവമില്ല, ഞാനത് വിശ്വസിക്കുന്നു, എല്ലാം പറഞ്ഞ അവസാനം പറഞ്ഞു, എന്റെ ജോലി എന്ന് പറയുന്നത് അകമ്പടി നായകനാണ്. എന്ന് പറഞ്ഞാൽ ബോഡി ഗാർഡാണ്, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രാജാവ് എവിടെ പോയാലും കൂടെ ഞാൻ പോയാൽ പറ്റത്തുള്ളൂ. രാജാവ് വല്ലപ്പോഴും റിമ്മോന്റെ ക്ഷേത്രത്തിൽ പോകും. രാജാവ് കുനിയുമ്പം വീഴാതിരിക്കാനായിട്ട് ഞാനാ കയറി താങ്ങി പിടിക്കുന്നത്. ആ കൂട്ടത്തിൽ ഞാനും അറിയാതെ എന്തോ ചെയ്യും, ഒന്ന് തല കുനിക്കും. പക്ഷെ ദൈവം ആരേ ഉള്ളൂ? ഇസ്രായേലിലെ ദൈവമുള്ളൂ. എന്നാ പിന്നെ തന്നെ അവിടെ തല കുനിക്കുന്നു? താൻ പറയുന്ന വാക്കങ്ങ് ശ്രദ്ധിക്കണം. ഞാനൊന്ന് ആക്ട് ചെയ്യും, അവിടെ ഭാഷ പറഞ്ഞ ഒരു നാടകം കളിക്കും, അത്രയേ ഉള്ളൂ. ഈ ഹാമാനെ കുറിച്ച് പിന്നെ ഒരു വിവരവും ഇല്ല. സ്വർഗത്തിൽ ചെന്നൊന്ന് അങ്ങ് ചെല്ലുമ്പോൾ നമുക്കറിയാം. തന്റെ ഭക്തിയുണ്ട്. ഒന്ന് വായിക്കാമോ? 2 രാജാക്കന്മാർ 5-ലാണെന്ന് തോന്നുന്നു. ആ ഭാഗം പലരുടെയും മുഖം കണ്ടിട്ട് അത് അത്ര പരിചയമുള്ളാത്ത ആണെന്ന് തോന്നുന്നല്ലോ. 18-ാം വാക്യം. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. അതിന്റെ ആദ്യം മേളത്തെ വായിച്ചേ, 17 ഒന്ന് വായിച്ചേ. ആ ആ ആ അവിടെ പറയുകയാണ്, 2 കോവർ കഴുതച്ചുവട് മണ്ണ് എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ യെരൂശലേമിലെ മണ്ണിൽ നിന്ന് ഞാൻ ഇനി പ്രാർത്ഥിക്കത്തുള്ളൂ. ഈ ചില ഭക്തി അങ്ങോട്ട് കൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം, സൂക്ഷിക്കേണ്ടതാ. ഏത് മണ്ണിൽ നിന്ന് പ്രാർത്ഥിച്ചാനാ കുഴപ്പം? ഏത് സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചെന്താ കുഴപ്പം? തന്റെ സ്പിരിറ്റ് അങ്ങോട്ട് കൂടിയപ്പം പറഞ്ഞു, ഇനിയും ഞാന് ഞങ്ങളുടെ നാട്ടിലെ മണ്ണിൽ നിൽക്കത്തില്ല, ഞാൻ ഏത് മണ്ണിലേ നിൽക്കത്തുള്ളൂ? വിശുദ്ധ സ്ഥലത്തെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് 2 കോവർ കഴുത ചുമട് മണ്ണ് വേണം. ഈ മണ്ണ് കൊണ്ട് ഞാൻ ഇട്ടിട്ട് ആ മണ്ണേ നിന്ന് ഞാൻ ഏത് മണ്ണിൽ നിന്ന് പ്രാർത്ഥിച്ചാലും അകം ശരിയല്ലെങ്കിൽ കാര്യമൊന്നുമില്ല. നമ്മൾ ഓർക്കണം, മണ്ണോ സാഹചര്യങ്ങളോ വീടോ ചുറ്റുപാടുകളോ ഒന്നുമല്ല വിഷയം. നാം എന്ന വ്യക്തിയാണ് ദൈവത്തിന് വലുത്. ഇവിടെ പറയുമ്പോൾ വായിച്ചോ, ഈ മണ്ണ് തരണം. ഈ നയമാൻ പറയുന്ന ഇതാണ്, ഞാനിനിയും അവിടെ ചെന്നേച്ച് ആ മണ്ണിനകത്തൊരു യാഗപീഠം പണിത് ദൈവത്തിനല്ലാതെ മറ്റാർക്കും ഞാൻ യാഗം അർപ്പിക്കത്തില്ല. എന്നിട്ട് പറയാണ്, പ്ലീസ് ഒരു വിഷയം എനിക്ക് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. മതി. അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോ. റിമ്മോന്റെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പം മലയാളത്തിൽ സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞ അടുത്ത, എന്നാ പിന്നെ നീ എന്തുവാന്ന് വെച്ചാൽ ചെയ്തു. എലീശ പറഞ്ഞതാ. അർത്ഥം ഇത്രയേ ഉള്ളൂ, നീ ആ റിമ്മോനെ അങ്ങ് സേവിച്ചാൽ പോരെ, നീ യഹോവയെ സേവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇത് രണ്ടും കൂടെ വേണ്ട. റിമ്മോനെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി ഞാൻ സേവിക്കുന്നു, അപ്പോൾ തന്നെ ദൈവത്തെ ഞാൻ ആത്മാവിൽ ആരാധിക്കുന്നു. എലീശയ്ക്ക് പറയാനുള്ളത്, കുഞ്ഞെ, നീ ദൈവത്തെ സേവിക്കുന്നെങ്കിൽ ദൈവത്തെ സേവിക്ക. നീ റിമ്മോനെയും ദൈവത്തെയും കൂടെ സേവിക്കണ്ട, നീ നിന്റെ വഴിക്ക് അങ്ങ് പൊക്കോ, നീ റിമ്മോനെ സേവിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്ഭുത രോഗസൗഖ്യം കിട്ടി,
ദൈവത്തെ വാനോളം പുകഴ്ത്തി, കാര്യമൊക്കെ നല്ലത്. പക്ഷെങ്കിൽ ഇദ്ദേഹം നിത്യതയിലെത്തിയോ? സാധ്യത കുറവാ. ഇനി ദൈവത്തിന്റെ കരുണ നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. തൽക്കാലം അവിടെ വിട്ടു പോവുക. അങ്ങനെയെങ്കിൽ ഈ ആക്ട് ആർക്കും ചെയ്യാമായിരുന്നു, മൊർദെഖായിക്കും ചെയ്യാമായിരുന്നു. തനിക്കും ഈസിയാ, പ്രത്യേകം കുമ്പിടണ്ട. നമുക്കറിയാമല്ലോ, ആ പ്രധാനമന്ത്രി കയറിപ്പോകുന്ന വഴിയിൽ ഒരു നീണ്ട സെക്യൂരിറ്റി ലിസ്റ്റ് നമ്പേഴ്സ് ഉണ്ട്, ആൾക്കാരുണ്ട്. പ്രധാനമന്ത്രിയൊക്കെ പോകുമ്പോൾ വഴിയിൽ ഇരുവശത്തും നിൽക്കുന്നത് പോലെ ഈ ഹാമാൻ കയറിപ്പോകുന്ന വഴിയുടെ ഇരുവശത്തും ധാരാളം ആൾക്കാർ, ഈ സെക്യൂരിറ്റിക്കാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹാമാൻ ഓരോരുത്തരെ നോക്കത്തില്ല. ഇവനും പോയ വഴിക്കുന്ന തലം കുടിക്കാൻ മതി, പറഞ്ഞാൽ മതി ഞാൻ മനസ്സിൽ ദൈവത്തെ ആരാധിച്ചത്. പക്ഷെങ്കിൽ താൻ പ്രമാണത്തിന് വേണ്ടി നിന്നു. പ്രമാണത്തിന് വേണ്ടി നിന്നവനെ ദൈവം ഉയർത്തിയോ? എസ്തർ പുസ്തകത്തിലേക്ക് മടങ്ങി വന്നിട്ട് 8-ാം അധ്യായത്തിന് 5-ാം വാക്യം ഒന്ന് വായിച്ചേ. 8:5 എസ്തർ 8:15. ആ ആ ആ മതി. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. സാഹചര്യങ്ങൾ മൊർദെഖായിയുടെ തല കുനിക്കാൻ ശ്രമിച്ചു. അവൻ ചാരം വാരിയിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നിൽക്കുന്ന മൊർദെഖായി അധികം താമസിയാതെ നമ്മൾ കണ്ട കാഴ്ച, ഇവൻ ഇപ്പോൾ ധൂമ്രവും, അവിടെ വായിച്ചത് ഇങ്ങനെയാണല്ലോ, നീലവും ശുഭ്രവുമായ രാജവസ്ത്രം ധരിച്ച് വലിയ പൊൻകിരീടവും ശണനൂൽ കൊണ്ട രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശൂശൻ പട്ടണം ആർത്തു സന്തോഷിച്ചു. ഇപ്പോൾ ഈ മൊർദെഖായിയുടെ മുഖത്തൊക്കെ നോക്കി, കുനിഞ്ഞ തലയാണോ ഉയർന്ന തലയാണോ? എപ്പോഴാ ഉയർത്തിയത്? ഒരു വാക്യം കൂടെ ഒന്ന് ഓർക്കാമോ? 3-ാം അധ്യായം എടുത്തേ, 3-ന്റെ 8-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ആ ആ ആ മതി. ആ ഭാഗം ശ്രദ്ധിച്ചല്ലോ. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ തിരിച്ചറിയണം, വ്യത്യസ്ത ന്യായപ്രമാണമുണ്ടോ തല ദൈവം ഉയർത്തും. ലോകത്തിനൊരു പ്രമാണമുണ്ട്, ദൈവത്തിനൊരു പ്രമാണമുണ്ട്. ലോകത്തിന്റെ പ്രമാണത്തിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ പ്രമാണം. ഈ ലോകത്തിൽ പാർക്കുമ്പോഴും ദൈവത്തിന്റെ വ്യത്യസ്ത പ്രമാണത്തിന് വേണ്ടി നിൽക്കാമോ? തല കുനിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവന്റെ തലയെ ദൈവം ഉയർത്തും. യെസ്, ഹല്ലേലൂയ. അനേക ഭക്തന്മാരുടെ ചരിത്രം വചനത്തിലുണ്ട്. നിങ്ങൾ പിന്നീട് അതൊക്കെ വായിച്ചു നോക്കുക. ദൈവം തല ഉയർത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ ഓർപ്പിച്ച് എന്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഒന്ന്, ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ എന്റെ തല ദൈവം ഉയർത്തും. സാഹചര്യം എന്താണെങ്കിലും പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ ഞാൻ തയ്യാറായാൽ ദൈവം എന്റെ തല ഉയർത്തും. ഇന്ന് പകൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്നുണ്ട്, ദൈവകരങ്ങൾ കൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കുനിഞ്ഞിരിക്കുന്നവരെ ഉയർത്തുന്നൊരു ദൈവമാണ് എന്റെ ദൈവം. ലോകം, ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ എന്റെ തല കുനിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ കർത്താവെ, വചനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി നിന്നാൽ എന്നിലൂടെ ദൈവനാമം ദുഷിക്കപ്പെടരുതെന്നുള്ള ആഗ്രഹത്തോട് എന്റെ ജീവിതത്തെ ഞാൻ നയിക്കാൻ തയ്യാറായാൽ, യെസ്, ഹല്ലേലൂയ, ആത്മാവിലാ ദൂത് ഞാൻ വീണ്ടും പറയുന്നു, നീ ദൈവനാമം നിന്നിലൂടെ ദൂഷിക്കപ്പെടരുത്. എനിക്ക് നഷ്ടം വന്നാലും സാരമില്ല, കഷ്ടം വന്നാലും സാരമില്ല, നാട്ടുകാരനെ അപമാനിച്ചാലും സാരമില്ല, എന്നിലൂടെ ദൈവനാമം ദൂഷിക്കപ്പെടരുതെന്നുള്ള ആഗ്രഹത്തോട് നീ ഒരു തീരുമാനമെടുക്കാമോ? നിന്റെ തലയെ ഉയർത്തുന്ന ദൈവമാണ്. യെസ്, ഹല്ലേലൂയ. നഷ്ടപ്പെട്ടെന്ന് കരുതിയത് മാത്രമല്ല, 4 ദിക്കിൽ നിന്നുള്ള നന്മയോട് തന്ന് നിന്നെ ആദരിക്കാൻ എന്റെ ദൈവം മതിയായവനാ. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകാമോ? യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. താൽക്കാലിക നേട്ടത്തിന് വേണ്ടി പ്രമാണത്തെ വലിച്ചെറിയാനല്ല,
താൽക്കാലികമല്ല, എന്റെ ജീവിതത്തിൽ ശാശ്വതമായി ചില നഷ്ടം സംഭവിച്ചാലും പ്രമാണത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറയാൻ തയ്യാറാകാമെങ്കിൽ നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമാണ്. എവിടെയാണോ നിന്റെ തല താണത്, ശൂശൻ പട്ടണം, അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, അവർ കരഞ്ഞൊരു സമയമുണ്ട്, അവർ തകർന്നു പോയ ഒരവസരമുണ്ട്, അവർ ചിന്നിച്ചെതറിയ ഒരു അവസരമുണ്ട്, തല കുനിച്ചൊരവസരമുണ്ട്. വചനം പറയുന്നു, എവിടെ തല കുനിഞ്ഞോ അവിടെ തന്നെ നിന്റെ തലയെ ഉയർത്തുവാൻ എന്റെ ദൈവം മതിയായവനാണ്. എന്നാൽ മറക്കരുത്, പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. എനിക്ക് വ്യത്യസ്തമായ ഒരു പ്രമാണമുണ്ട്, എന്റെ വ്യത്യസ്തമായ പ്രമാണത്തിന് വേണ്ടി ഞാൻ നിൽക്കുമെന്ന് തന്റെ ഇടത്തോട് പറയാൻ തയ്യാറാകാമെങ്കിൽ നിന്നെ തല കുനിച്ചെടുത്ത് തന്നെ നിന്റെ തലയെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവമായ എന്റെ ദൈവം. ഇന്ന് പകൽ അവിശ്വാസമുള്ളവർ ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി എന്ന് സ്തോത്രം ചെയ്യാമോ? കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ പ്രമാണത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവനാമം ദൂഷിക്കപ്പെടാതിരിക്കാൻ ഞങ്ങളാൽ ആവോളം ശ്രമിപ്പാൻ കർത്താവേ കൃപ തരണമേ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കൃപ. ഹല്ലേലൂയ. വലിയവനായ ദൈവം നമുക്ക് അതിന് ഇടവരുത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കൊടുക്കട്ടെ. ദൈവം നമ്മളെ ഇവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.